ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് എഫ് എസ് സാത്താൻ. അപ്പോൾ വീണ്ടും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ വ്യൂസ് മാത്രം കൂട്ടിയത് ഗൈസ്, ലൈക്കും സബ്സ്ക്രൈബ് പ്ലീസ് ഗൈസ്, ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, പ്ലീസ് പ്ലീസ്. എന്താ വെച്ചാൽ നമ്മളെ ഈ റെക്കോർഡ് ചെയ്യപ്പോൾ സൗണ്ട്, ഈ ഗെയിമിന് സൗണ്ട് കൂടുതലായിക്കൊണ്ട് എൻ്റെ സൗണ്ട് കേൾക്കില്ല. അതുകൊണ്ട് മാക്സിമം സൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തൊണ്ട വേണക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, പ്ലീസ് ഗൈസ്, ഒന്ന് സബ്സ്ക്രൈബ് ഗൈസ്, പ്ലീസ് പ്ലീസ്, ലൈക്കും സബ്സ്ക്രൈബ് പ്ലീസ് ഗൈസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഗൈസ്, ഞാൻ ഒരു കണ്ടത് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ അത് വിചാരിച്ചതല്ല, അത് പ്രമാണിച്ച് ഇന്ന് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിക്കൊണ്ട് നമ്മൾ ആർമി ഡ്രസ്സ് എടുത്തിട്ട് ലോങ് വോൾഫ് എടുക്കാൻ പോകുന്നു. എങ്ങനെ ഉണ്ടാവാറില്ല നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഇവിടെ പോയി നോക്കട്ടല്ലേ ആർമി ഡ്രസ്സ് ബണ്ടിൽസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെ പറഞ്ഞില്ലേ, ഞാൻ എടുത്ത ആർമി ഡ്രസ്സ് എടുത്തില്ല. പക്ഷേ നമ്മൾ ഇന്ത്യൻ്റെ ആർമി ഡ്രസ്സ് ഒന്നല്ല, എന്നാലും നമുക്കൊരു മാറ്റം കൊണ്ടുവരാം. നമുക്ക് നേരെ പോയിട്ട് മാസ്ക് ഊരിട്ടാൽ അതാ ഇന്ത്യൻ്റെ ഈ ചിത്രം വെക്കാം. പിന്നെ നമുക്ക് ഇന്ത്യൻ്റെ വെക്കാൻ ഈ കഴിയുന്നത് ചെരുപ്പൊന്നുമില്ല. നമ്മളെ ചെരുപ്പ് വെച്ചാലോ വേണ്ട. നമ്മളെ ചെരുപ്പ് വെക്കല്ലേ, നമ്മളെ സാധാ ചെരുപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ നമുക്കൊന്നും മാറ്റാൻ കഴിയില്ല. പിന്നെ നമുക്ക് തൊപ്പിയാണെന്ന് മാറ്റല്ലേ, തൊപ്പി ഉണ്ടല്ല ഹൈലൈറ്റ്, തൊപ്പി ബൂട്ടിൽ വെക്കണം. അതാണല്ലോ, ബൂട്ടില്ലെങ്കിൽ ആർമി കറക്റ്റാവും. ബൂട്ടുണ്ടാകുമ്പോൾ കറക്റ്റ് ഒരു ബ്ലാക്ക് അതിൽ തന്നെ ഉണ്ട് ഒരു ബൂട്ട്, അത് ആർമി തന്നെ ഉണ്ട് ഒരു പച്ച ബൂട്ട്, അതിനെ മതി. അപ്പം നമ്മളെ ആർമിക്കാരോട് റെഡി ആയിരിക്കണം. അപ്പം നമ്മൾ ഡൂ അല്ല സോളാൻ മതി. സോള വെച്ച് നമ്മൾ എടുക്കാൻ പോണി. സോളോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. പിന്നെ ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യുക. Free Fire India is set in a virtual world. ചെങ്ങ കുറച്ച് തോന്നുന്നു. എന്നാലും നമ്മൾ ഇന്ത്യക്ക് വേണ്ടി കളി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ഇന്ത്യ എടുക്കും. പോടാ, അത് കുഴപ്പമില്ല, നമ്മൾ ഇന്ത്യക്ക് വേണ്ടി കളി എടുക്കും. അപ്പൊ നമ്മളെന്തായാലും നമ്മളങ്ങനെ 1 ഡൗൺ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നായിട്ടുണ്ട് കളി. നമ്മൾ ഇന്ത്യക്ക് വേണ്ടി അടിച്ചു. ഓൻ അവിടെ ഇമോട്ട് ഇട്ടിക്കാണ്. അപ്പോൾ നമ്മളങ്ങനെ 1-1 സിറ്റുവേഷൻ ആയിരിക്കാണ്. അപ്പോൾ നമ്മൾ UMP എടുത്തത്. അപ്പോൾ UMP എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇതവിടെ ഇരിക്കുക. നമ്മളെന്തായാലും അവിടെ വന്ന് അടിച്ചടാ. നമ്മൾ ഡൗൺ ആയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത കളി എന്തായാലും പിടിക്കാൻ നോക്കാം. ഇമോട്ട് ഉണ്ട്. ഇന്ത്യൻ ആർമിൻ്റെ പവർ ഇവിടെ കാണിച്ചു കൊടുക്കുന്ന ഗൈസ്, ഉറപ്പാണ്. ഇന്ത്യൻ ആർമിൻ്റെ പവർ ഗൈസ്, നമ്മൾ ഇന്ത്യൻ ആർമിൻ്റെ പവർ കാണിച്ചിട്ടുണ്ടോ. പോടാ ഗൈസ്, അങ്ങനെ നമ്മൾ 2-2 ആയിരിക്കുകയാണ്. ഓ ഗൈസ്, അടുത്ത ഏത് കാണുക. ആ ഉഡ്പേക്കർ കിട്ടാ. അവനെ ഹെഡ്ഷോട്ട് അടിക്കാനാണ് നോക്കണത്. നമുക്ക് ഹെഡ്ഷോട്ട് അടിക്കാൻ നോക്കാം. ഞാൻ ടാബിലാണ് ഗൈസ് കളിക്കുന്നത്, അതുകൊണ്ടാണ് ഹെഡ്ഷോട്ട് അടിക്കാനായി. ടാബ് കളിക്കുന്ന ഹെഡ്ഷോട്ട് പ്രയാസം ഉണ്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും
ടാബിൽ അടിച്ചോണ്ടെങ്കിൽ ചെറിയ പ്രയാസം ചില ഫോൺ നമ്മളങ്ങനെ ഹെഡ്ഷോട്ട് അടിച്ചിരിക്കുകയാണ് ഗൈസ്. കമോൺ നമ്മളങ്ങനെ ഹെഡ്ഷോട്ട് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഗൈസ് അങ്ങനെ നമ്മൾ എന്തായാലും ഹെഡ്ഷോട്ട് അടിച്ച് ഞാൻ ചെറിയ കയ്യിലൊന്നും ഗൈസ് അങ്ങനെ രണ്ടാമത്തെ ഹെഡ്ഷോട്ട് നമ്മൾ അടിച്ചിരിക്കുകയാണ്. കമ്മോൺ ഗൈസ്. ഇന്ത്യൻ ആർമിൻ്റെ പവർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. 4-2 ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഇനി അടുത്തത് MP40 ആണ് നമ്മൾ എടുക്കാൻ പോണത്. നമ്മൾ കളി ജയിക്കാറില്ല. അപ്പം നമുക്ക് നോക്കി നോക്കാം ഗൈസ്. നമ്മൾ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി കളി ജയിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. ഇപ്പോൾ റേഞ്ചൊക്കെ പോകുന്നുണ്ട്. എന്നാലും ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ എന്തായാലും രണ്ടാൾ അങ്ങോട്ടും കൊണ്ട് ഇട്ട് കൊടുക്കും. ഗൈസ് അങ്ങനെ അവനെ കൊന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മളെ 3-4 ഗൈസ്. എന്തായാലും നമ്മൾ ജയിക്കുമെന്നല്ല. അപ്പം നമുക്ക് എന്തായാലും മാക്സിമം ജയിക്കാനുള്ള നോക്കണം, ജയിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളങ്ങനെ ജയിക്കാൻ നോക്കാം ഗൈസ്. എന്തായാലും മെഡ് നടിച്ചേക്കാം. എന്തായാലും ഇങ്ങോട്ട് വരും നോക്കാം. അങ്ങോട്ട് വന്നിട്ട് അവിടെ നിൽക്കുകയാണ് ഗൈസ്. എൻ്റെ ആക്ട് കൊള്ളുന്നുണ്ട്. അല്ല അതിൻ്റെ ആക്ട് കൊള്ളുന്നുണ്ട്. നമുക്ക് നോക്കാം കളി എടുക്കായി ഒന്ന്. മാക്സിമം ഇന്ത്യൻ ആർമി സപ്പോർട്ടിങ് ആണ് നമ്മൾ. പോടാ ഗൈസ്, കളി പോടാ. അവൻ 4-4. അവനെ നല്ല അടിച്ച ടൈം കിട്ടിയില്ല ഗൈസ്. സോറി ഗൈസ്. നമുക്ക് ഈ കളി പോകുന്നത് തോന്നുന്നത്. അതിൽ നമ്മൾ മാക്സിമം കത്തിച്ച് കളി എടുക്കാൻ നമ്മൾ നോക്കണം ഗൈസ്. എന്താ ലോൺ M8 എടുത്ത് ഗൈസ്. നമ്മൾ എന്തായാലും പെർഫോമൻസ് ഉണ്ട്. നമ്മൾ മാഗ് എടുത്ത് കഴിയണ പോലെ നോക്കിയേക്കാം. അവൻ ജയിക്കാൻ സമ്മതിക്കില്ല ഗൈസ്. നോക്കിയേക്കാം അവൻ എവിടെയെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് അവൻ എവിടെയാടാ? എന്തായാലും നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. അവൻ വന്നപ്പം നമുക്ക് അടിക്കണം. അവൻ എന്നെപ്പോലെ ഒളിച്ചിക്കുന്നുണ്ട്.
നമ്മളങ്ങനെ കളി എടുത്തിരിക്കുകയാണ് ഗൈസ്. പവർ ഓഫ് ഇന്ത്യൻ ആർമി എന്നാണ് നമ്മൾ കളി എടുത്തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് അതിലേക്ക് എല്ലാവർക്കും ബൈ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ബൈ ഗൈസ്.